സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2024 അതായത് 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഡിപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്ക് സ്കോർ ഉള്ളതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. AB ലിമിറ്റഡ് പർച്ചേസ്ഡ് എ പ്ലാന്റ് for ₹4 lakh on 1/1/2080 ഒരു പ്ലാന്റ് മേടിച്ചു. ആൻഡ് സ്പെൻഡ് ₹50,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഡിപ്രിസിയേറ്റ് 10% അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ 10% ആണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിപ്പയർ പ്ലാന്റ് അക്കൗണ്ട് ഫോർ 4 years. 4 വർഷത്തേന് പ്ലാന്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ പ്ലാന്റ് മേടിക്കുമ്പോൾ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും 4 lakh. ഇനി ആ സെയിം ഡേറ്റിൽ തന്നെയാണ് ഇൻസ്റ്റലേഷന്. അത് വീണ്ടും ക്യാഷ് കയ്യിൽ നിന്ന് മുടങ്ങുന്നു. 50,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ്. അത് കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം 50,000. ഇനി 1 വർഷം കഴിയുമ്പോൾ 31/12 31/12/18 ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ. 1 വർഷം കഴിയുമ്പോഴാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ 10% ആണ് ഡിപ്രീസിയേഷന്. 4,50,000 10% 45,000 ഡിപ്രീസിയേഷൻ വരും. എന്നിട്ട് ആ സെയിം ഡേറ്റിൽ തന്നെ അത് ബാലൻസ് ചെയ്യുക. അപ്പോൾ 1 വർഷത്തേത് കഴിയും. ബാലൻസ് ക്യാരിഡ് ഡൗൺ CD. ബാലൻസ് CD. ബാക്കി 4,05,000 വരും. 4,05,000. എന്നിട്ട് ആ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. 4,50,000 4,50,000 ആ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഓരോ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വേണം പോകാൻ. 4,50,000. ഇനി വീണ്ടും ഈ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് അടുത്ത വർഷത്തേന് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് 1/1/19 വരും, 2019. ഇത് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഫോർവേഡ് 4,05,000. പിന്നെ ഇനി ഇവിടെ അഡീഷൻ ഒന്നുമില്ല. അപ്പം 2019 31-ാം തീയതി 31/12/2019 വീണ്ടും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. അതുകൊണ്ട് ഈ 4,05,000 വേണം 10% കാൽക്കുലേറ്റ് ചെയ്യാൻ. 40,500 വരും. 40,500 എന്നിട്ട് ബാലൻസ് ചെയ്യുക. ആ ഡേറ്റിൽ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ ഈസ് ഈക്വൽ ടു 40,500 4,05,000 40,500 പോയ 3,64,500 3,64,500 വരും. ഇനി അത് ക്ലോസ് ചെയ്യുക. 4,05,000 ആ വർഷം ക്ലോസ് ചെയ്യുക. 4,05,000 4,05,000 അത് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ഇത് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. 1/1/20 ഈ ബാലൻസ് 3,64,500 എന്നുള്ള ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഡൗൺ ബാലൻസ് BD 3,64,500. വീണ്ടും 1 വർഷം കഴിയുമ്പോൾ 31/12/20 1 വർഷം കഴിയുമ്പം ഡിപ്രീസിയേഷൻ വീണ്ടും ചാർജ് ചെയ്യുക. ഡിപ്രീസിയേഷൻ അത് 3,64,500ൻ്റെ 10% ആണ്. അത് 36,450 വരും. 36,450. എന്നിട്ട് ആ ഡേറ്റിൽ തന്നെ അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ 3,28,050 വരും. 3,28,050 3,28,050 വരും. ഇനി അപ്പോൾ അത് ടോട്ടല് 3,64,500 3,64,500. ഇവിടെയും അത് തന്നെ വരും. 3,64,500. ഇനി ഇത് അടുത്ത ഇതിലേക്ക് അടുത്ത 4 വർഷം ചെയ്യാനാണ് മതി. ഇപ്പം നമ്മൾ 3 വർഷം കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ വർഷത്തിലേക്ക് നമ്മളിങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. 1 ഇവിടെ ഇത് തീർന്നിരിക്കുന്നത് 31/12/20 അപ്പോൾ 1/1/21
ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 3,28,050. 3,28,050. ഇനി വീണ്ടും 31/12 31/12/21 ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഒരു വർഷം കൂടെ കണ്ടാൽ മതി. ഡിപ്രീസിയേഷൻ ഈ 3,28,050യുടെ 10% ആണ്. അപ്പോൾ 32,850 വരും. 32,805 വരും. ഇനി അത് ബാലൻസ് ചെയ്യുക. ഈ സെയിം ഡേറ്റ് തന്നെ ബാലൻസ് ക്യാരിഡ് ഡൗൺ. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ആണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പുറത്തേക്ക് മാറ്റുമ്പോഴാണ് ബ്രോഡ് ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പം ബാലൻസ് 2,95,245 2,95,245 വരും. ഇനി അത് ടോട്ടൽ ചെയ്യുക. 3,28,050 രണ്ട് സൈഡും 3,28,050 രണ്ട് സൈഡും അത് ടാലിയാക്കി വയ്ക്കുക. 3,28,050. പിന്നെ അത് ഒരു പ്രാവശ്യത്തിന് കൂടെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടല്ല കറക്റ്റായി ആൻസർ 122 22 ഫുള്ള് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ബാലൻസ് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിടാം. ബാലൻസ് BD 2,95,225 2,95,245 ഇത്രയും ചെയ്ത് വെച്ചാൽ അതിൻ്റെ 3 മാർക്ക് സ്കോറാകും. അതുകൊണ്ട് ഇത് വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. പ്ലാന്റ് അക്കൗണ്ടാണ്, ചിലപ്പോൾ മെഷീനറി അക്കൗണ്ട് ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.